അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോട്ടപ്പടിയിൽ കാട്ടാന വീണ് തകർന്ന വിവാദ കിണർ പുനർനിർമ്മിച്ചു നൽകി. 2024 ഏപ്രിൽ 12 പുലർച്ചെയാണ് കോട്ടപ്പടി മുട്ടത്തുപാറയ്ക്ക് സമീപം കൂലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ വീടിന് സമീപമുള്ള പുരയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീണ് കിണറിന് നാശം സംഭവിച്ചത്. അന്ന് കിണറിന്റെ വശങ്ങളിടിച്ചാണ് ആനയെ കരയ്ക്ക് കയറ്റിവിട്ടത്. നിരവധി വീട്ടുകാർ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന കിണർ ഉടനെ നന്നാക്കി നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും 1 വർഷമാകാറായിട്ടും നന്നാക്കിയില്ല. മാത്രമല്ല, അന്ന് ഇവിടെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ആന്റണി ജോൺ MLA ഇടപെടലിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം തന്നെ കിണറിന്റെ നല്ല നിലയിലുള്ള പുനരുദ്ധാരണത്തിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 2,12,800 രൂപ അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന പുരയിടത്തിലേക്ക് വഴി സൗകര്യമില്ല എന്നുള്ളതുകൊണ്ട് വർക്ക് ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറായിരുന്നില്ല. പിന്നീട് MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിരന്തരമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് 6ാമത് ടെൻഡർ സമയത്ത് ഒരു കരാറുകാരൻ വർക്ക് ഏറ്റെടുക്കുകയും ചെയ്തത്. ഇതിന്റെ തുടർച്ചയിൽ എഗ്രിമെന്റ് വെച്ച് ഒട്ടും കാലതാമസം വരുത്താതെയാണ് ഇപ്പോൾ കിണറിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത്. അല്പം വൈകിയാണെങ്കിലും കിണർ പുനർനിർമ്മിച്ചു നൽകിയതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് കിണറുടമ സിജു പറഞ്ഞു. ഈ കിണർ കിട്ടിയാലേ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഭംഗിയാക്കി തന്നതിൽ സന്തോഷമുണ്ട്. ഈ വേനൽക്കാലം ഒരു കടുത്ത വേനൽക്കാലം ആവാതെ മഴ ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ജലക്ഷാമം രൂക്ഷമാവാത്ത രീതിയിൽ കിട്ടിയതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം അത്യാവശ്യമായിട്ട് വരുന്നത് ഈ കൊല്ലം തോന്നുന്നില്ല. എന്നാലും അടുത്ത കൊല്ലങ്ങളിൽ എങ്ങനെയാണ് കാലാവസ്ഥയുടെ മാറ്റമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കിണർ നമുക്ക് ഭംഗിയായിട്ട് തരാൻ സഹായിച്ച ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, അതുപോലെയുള്ള ജില്ലാ കളക്ടർ, MLA അങ്ങനെയുള്ള പ്രമുഖ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അവരെ സ്നേഹിക്കുന്നു. പുനർനിർമ്മിച്ച കിണറിന്റെ സമർപ്പണം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ആ വേളയിൽ അന്നിവിടെ നമുക്കറിയാം വലിയ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും കൃത്യമായി പറഞ്ഞിരുന്നു ഈ പ്രശ്നത്തിനകത്ത് പരമാവധി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഉണ്ടാകും, അതിൽ ആ നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അന്ന് പത്രോസേട്ടനും കുടുംബത്തിനും കൊടുത്തിട്ടുള്ള വാക്കാണ് ഇപ്പോൾ സർക്കാർ പാലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പഞ്ചായത്ത് വളരെ നല്ല നിലയിൽ തന്നെ ഒരുപാട് പഴികേട്ട പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമാണ്. അപ്പോൾ ഇവിടെ നന്നായി തന്നെ പ്രിയപ്പെട്ട അശോകൻ ചേട്ടനെ പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ കഴിയുകയില്ല. നമുക്കറിയാം പലരും ഈ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ കാണേണ്ടതുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് 5 പ്രാവശ്യം ഈ വർക്ക് ടെൻഡർ ചെയ്യുമ്പോഴും ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടെങ്കിലും ഞാനിവിടെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ വന്നതാണ്. അങ്ങ് 2-3 കുടി ചുറ്റിയാണ് ഇവിടെ അതിഥി തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ തലയിൽ കരിങ്കല്ലും മറ്റ് നിർമ്മാണ സാമഗ്രികളും ഒക്കെ ചുമന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടായ വർക്കാണെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. കിണറിന്റെ പുനർനിർമ്മാണത്തിന് നിരവധി തടസ്സങ്ങളുണ്ടായെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.